Hello my dear students, welcome to Learner's World. In this video, I talk about Eveline by James Joyce, Part 2. Eveline Hill sits at a window in her home and looks out onto the street, fondly recalling her childhood. അപ്പോൾ ഈവ്ലിൻ ഹില്ല് ആണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. അവൾ തൻ്റെ ജനലിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കി തൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ പറ്റി ഓർത്തെടുക്കുകയാണ്. റിമെമ്പേഴ്സ് ദ ടൈം വെൻ ഷീ പ്ലേഡ് വിത്ത് അതർ ചിൽഡ്രൻ ഇൻ ദ നിയർ ബൈ ഫീൽഡ്. അപ്പോൾ അവളുടെ തൊട്ടടുത്തുള്ള ഫീൽഡിൽ, അതായത് മറ്റുള്ള കുട്ടികളോട് കൂടി കളിക്കുന്ന രംഗങ്ങൾ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇറ്റ് ഈസ് നൗ ഡെവലപ്ഡ് വിത്ത് ന്യൂ ഹോംസ്. ആ ഫീൽഡ് ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. Her thoughts turn to her sometimes abusive father with whom she lives and to the prospect of freeing herself from her hard life doing two different jobs, as a shop worker and as a nanny to support herself and her father. അപ്പോൾ അവളങ്ങനെ അവളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ഇങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവളുടെ ചിന്ത അവളുടെ ക്രൂവലായിട്ടുള്ള ഫാദറിലേക്ക് മാറുന്നത് എന്നാണ് പറയുന്നത്. അവളിപ്പോൾ വീട്ടുജോലിക്ക് പുറമെ വേറെ 2 ജോലികളും ചെയ്യുന്നുണ്ട്. അതായത് ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട്, അതുപോലെ ഒരു നാനിയായിട്ടും അവൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ അവളുടെ വീടിനെ സപ്പോർട്ട് ചെയ്യാനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഷി ഹാഡ് 2 brothers, ഏണസ്റ്റ് ആൻഡ് ഹാരി. അവൾക്ക് 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, ഏണസ്റ്റും ഹാരിയും. Ernest is dead and Harry is in the church decorating business, nearly always away from home. അപ്പോൾ ഏണസ്റ്റ് മരിച്ചുപോയി. ഹാരിക്കുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ഈ പള്ളികൾ അലങ്കരിക്കുന്ന ഒരു ബിസിനസ്സാണ് ഹാരി ചെയ്യുന്നത്. മിക്കവാറും ദൂരസ്ഥലങ്ങളിലായിരിക്കും അവൻ്റെ ജോലി എന്നാണ് പറയുന്നത്. Eveline faces a difficult dilemma: remain at home like a dutiful daughter or leave Dublin with her lover Frank, who is sailor. അപ്പോൾ ഈവലിൻ ഒരു വിഷമഘട്ടത്തിലാണ്. അതായത് അവളുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുന്ന ഒരു മകൾ എന്ന നിലയിൽ വീട്ടിൽ തുടരണോ അതോ അവളുടെ കാമുകനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ കൂടെ ഡബ്ലിൻ വിട്ട് പോകണമോ, അങ്ങനെയുള്ള 2 ഓപ്ഷൻസാണ് അവളുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവൾ ഭയങ്കര ഒരു പ്രയാസമേറിയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. അവളുടെ ലവറിൻ്റെ പേരാണ് ഫ്രാങ്ക്. ഫ്രാങ്ക് ഒരു നാവികനാണ് എന്നാണ് പറയുന്നത്. ഹിസ് വെരി കൈൻഡ്, മാൻലി ആൻഡ് ഓപ്പൺ ഹേർട്ടഡ്. അപ്പോൾ ഫ്രാങ്ക് വളരെ ദയയും അതുപോലെ പുരുഷത്വവും തുറന്ന മനസ്സൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനായിരുന്നു ഫ്രാങ്ക്. ഹി വാണ്ട്സ് ഹർ ടു മാരി ഹിം ആൻഡ് ലിവ് വിത്ത് ഹിം ഇൻ ബ്യൂണോസ് എയർസ് ആൻഡ് ഷീ ഹാസ് ഓൾറെഡി അഗ്രീഡ് ടു ലിവ് വിത്ത് ഹിം ഇൻ സീക്രട്ട്. അപ്പോൾ അവളെ കല്യാണം കഴിച്ച് ബ്യൂണോസ് എയർസിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഫ്രാങ്കിൻ്റെ ഒരു ആഗ്രഹം. രഹസ്യമായി അവൾ അതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആസ് ഈവലിൻ റിക്കോൾസ്, ഫ്രാങ്ക്സ് കോർട്ട്ഷിപ്പ് ഓഫ് ഹർ വാസ് പ്ലസന്റ് അണ്ടിൽ ഹർ ഫാദർ ബിഗാൻ ടു വോയിസ് ഹിസ് ഡിസപ്രൂവൽ ആൻഡ് കോറൽ വിത്ത് ഫ്രാങ്ക്. പക്ഷേ അവളുടെ ഫാദർ ഈ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് ഭയങ്കര രസമായിരുന്നു. അതായത് ഈവലിനും ഫ്രാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രസമായിരുന്നു. അതിനുശേഷം ഫാദർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാദർ ഫ്രാങ്കുമായി വഴക്കടിക്കുകയും അതുപോലെ ഫ്രാങ്കിനെ കാണുന്നതിൽ നിന്നും അവളെ വിലക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. After that, the 2 lovers met in secret as they were afraid of being caught by the angry father. അതിനുശേഷം ഫാദർ എല്ലാം അറിഞ്ഞതിന് ശേഷം അവർ എന്നാലും രഹസ്യമായി അവരെന്താണ് പരസ്പരം കണ്ടുമുട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ക്രൂവലായിട്ടുള്ള ഫാദർ അറിയാതെ അവർ രഹസ്യമായി കണ്ടുമുട്ടിയിരുന്നു. As
As Eveline reviews her decision to embark on a new life, she holds in her lap two letters she has written, one to her father and one to her brother Harry. അപ്പോൾ ഒരു ദിവസം അവൾ വീട്ടിലിരുന്ന് തൻ്റെ പുതിയ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. അവളുടെ മടിയിൽ 2 ലെറ്ററുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അവളുടെ ഫാദറിന് എഴുതിയിട്ടുള്ളതായിരുന്നു, മറ്റേത് അവളുടെ ബ്രദർ ഹാരിക്ക് എഴുതിയിട്ട് ലെറ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. She begins to favor the sunnier memories of her old family life when her mother was alive and her brother was living at home, and notes that she did promise her mother to dedicate herself to maintaining the home. അപ്പോൾ അവൾ 2 ലെറ്റർ അവളുടെ മടിയിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് അച്ഛനുള്ളതും ഒന്ന് അവളുടെ സഹോദരനുള്ളതും. അതിനുശേഷം തൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴുള്ള നല്ല നല്ല ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവൾ അമ്മക്ക് കൊടുത്തൊരു വാഗ്ദാനം അവൾ ഓർക്കുകയാണ്. കുടുംബത്തെ നല്ലപോലെ പരിരക്ഷിച്ചു കൊള്ളാമെന്നാണ് അമ്മക്ക് കൊടുത്ത, അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മക്ക് കൊടുത്ത ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. She reasons that her life at home cleaning and cooking is hard but perhaps not the worst option. അപ്പോൾ അവളുടെ വീട്ടിലെ ജീവിതത്തെ പറ്റി അവൾ ചിന്തിക്കുകയാണ്. പാത്രം കഴുകലും ഭക്ഷണം പാകം ചെയ്യലും ഒക്കെ അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമില്ല എന്നാണ് പറയുന്നത്. Her father is not always mean. അവളുടെ ഫാദർ എപ്പോഴും അത്ര ക്രൂരനൊന്നുമല്ല. When she was sick one day, he read to her a ghost story and made to toast for her at the fire. അപ്പോൾ ഒരു ദിവസം അവൾക്ക് അസുഖം വന്നപ്പോൾ അവളുടെ ഫാദർ ഒരു ഗോസ്റ്റിൻ്റെ സ്റ്റോറി, ഒരു ഭൂതത്തിൻ്റെ കഥയൊക്കെ വായിച്ച് അവളെ രസിപ്പിച്ചു, അവൾക്ക് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ എപ്പോഴും ക്രൂരനൊന്നുമല്ല, ചില സമയത്ത് മാത്രമേ ആൽക്കഹോളിന് അഡിക്റ്റ് ആകുമ്പോൾ മാത്രമേ അച്ഛൻ ക്രൂരനാവാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ പാസ്റ്റ് ഈവൻ മെയ്ഡ് ദ ചിൽഡ്രൻ ലോഫ് ബൈ പുട്ടിങ് ഓൺ ഹർ മദേഴ്സ് ബോണറ്റ്. പണ്ട് ചെറുപ്പകാലത്ത് അവർ കുടുംബസമേതം ഒരു വിനോദയാത്രയ്ക്ക് പോയപ്പോൾ അവളുടെ ഫാദർ അമ്മയുടെ ബോണറ്റ് ധരിച്ച് ഞങ്ങളെല്ലാവരും രസിപ്പിച്ച കാര്യം അവൾ ഓർക്കുകയാണ്. As she was thinking like this, she heard the sound of a street organ. അങ്ങനെ പഴയകാല സ്മരണകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അവൾ ഒരു സ്ട്രീറ്റ് ഓർഗൻ്റെ സംഗീതം അവൾ കേട്ടു. It reminds her of her mother's death and her thoughts change course. അങ്ങനെ ആ ഒരു സ്ട്രീറ്റ് ഓർഗൻ്റെ ആ ഒരു സംഗീതം അവളുടെ അമ്മയുടെ മരണത്തെ പറ്റി അവളെ ഓർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത്. She remembers her mother's uneventful, sad life and passionately embraces her decision to escape the same fate by living with Frank. പെട്ടെന്ന് അവളുടെ ചിന്ത വേറൊരു വഴിക്കായി. അവളുടെ അമ്മയുടെ ദുഃഖപൂർണമായിട്ടുള്ള ജീവിതം അവൾ ഓർത്തു. അപ്പോൾ അവൾ വീട് വിട്ട് പോകാനുള്ള അവളുടെ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കാൻ അവൾ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അമ്മക്ക് ഭയങ്കര ഒരു സാഡ് ലൈഫായിരുന്നു, അതുപോലെ എനിക്കും വരുമോ എന്ന് ആലോചിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഫ്രാങ്കിൻ്റെ കൂടെ ഓടിപ്പോവാൻ അവൾ തീരുമാനിക്കുകയാണ്. At the docks in Dublin, Eveline waits in a crowd to board the ship with Frank. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം കപ്പൽ കയറുവാൻ അവൾ ഡബ്ലിനിലെ തുറമുഖത്ത് എത്തുന്നു. She appears detached and worried, overwhelmed by the images around her and prayed to God for direction. അങ്ങനെ ഫ്രാങ്ക് അവിടെ ആകാംക്ഷയോടെ അവളെ കാത്തു നിൽപ്പുണ്ട്. അവളുടെ മനസ്സ് പതറാൻ തുടങ്ങുന്നുണ്ട്. തന്നെ നേർവഴിക്ക് നയിക്കാൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. Her previous declaration of intent seems to have never happened. അപ്പോൾ ഫ്രാങ്കിൻ്റെ കൂടെ പോകാമെന്ന തീരുമാനം ശരിയായില്ല എന്ന് അവൾക്ക് ആ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. When the boat whistle blows and Frank pulls on her hand to lead her with him, Eveline resists. അങ്ങനെ തുറമുഖം വിടാനുള്ള ഒരുക്കത്തിൽ ബോട്ട് വിസിലടിക്കുന്നുണ്ട്. ആ സമയത്ത് ഫ്രാങ്ക് അവളുടെ കൈ പിടിച്ച് അവളെ ബോട്ടിലേക്ക് ആനയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് അവൾ റെസിസ്റ്റ് ചെയ്യുന്നു എന്നാണ്, അവൾ അതിന് വഴങ്ങുന്നില്ല.
She clutches the barrier as Frank is swept into the crowd moving toward the ship. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരിയറിൽ അവൾ പിടിക്കുകയാണ്. അതായത് ഫ്രാങ്ക് അവളെ കപ്പലിലോട്ട് കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവൾ ബാരിയറിൽ പിടിക്കുന്നു. ആൾക്കൂട്ടത്തിൻ്റെ തള്ളലിൽ ഫ്രാങ്ക് ബോട്ടിൻ്റെ അടുത്തേക്ക് നീങ്ങി പോകുന്നുണ്ട്. ഈ കണ്ടിന്യൂലി ഷൗട്ട്സ് കം ബട്ട് ഈവ്ലിൻ റിമൈൻസ് ഫിക്സഡ് ടു ദ ലാൻഡ്, എമോഷൻലെസ് ആൻഡ് ഇമോഷൻലെസ്. അപ്പോൾ ഫ്രാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കപ്പലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കൂട്ടത്തിൽപ്പെട്ട് കപ്പലിൽ എത്തിപ്പെട്ടു. പക്ഷേ ഈവലിൻ അവിടെ ഒരു ബാരിയറിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രാങ്ക് വിളിച്ച് പറയുന്നുണ്ട്, ഈവലിൻ വരൂ വരൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈവലിന് അവിടെ നിന്ന് അനങ്ങാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. വളരെ നിർവികാരയായി അവൾ അങ്ങനെ നിൽക്കുകയാണ്.